എന്താടാ വി മീനാക്ഷി എന്നാടാ വന്നെ? അവള് വരാൻ ഇനി ഒരു മാസം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് എന്തായാലും വരുള്ളൂ. അതോട് ഞാൻ ചേച്ചിനോട് പറയാൻ വിട്ടുപോയി. എനിക്കൊരു പടത്തിൽ അസിസ്റ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഫൈനലൈസ്ഡ് ആയിട്ടില്ല. അതും അടുത്ത ആഴ്ചത്തേക്ക് അറിയുള്ളൂ. ആഹാ പൊളിച്ചല്ലേ മുത്തേ. നീ വലിയ ഡയറക്ടറൊക്കെ ആയി കഴിയുമ്പോ നമ്മളെയൊക്കെ ഓർക്കോ? ഈ ചായക്കടേനെയും പ്രീതി ചേച്ചീനെയൊക്കെ ആരും ഓർക്കാനല്ലേ? അതെന്തായാലും എനിക്ക് സൂചിച്ചു. എന്തായാലും ചേച്ചിയുടെ നാക്ക് മന്നാവട്ടെ. എന്തായാലും ഒരു ദിവസം ആരും അറിയാത്ത അവിനാശം എല്ലാരും അറിയുന്നൊരു ഡയറക്ടർ ആവും ചേച്ചി. നമ്മള് പൊളിക്കും. പിന്നെ ചേച്ചിയൊക്കെ ആരാണ്ട്? ചേച്ചിയല്ല അവിടുത്തെ സ്റ്റാർ. ഇൻസ്പിറേഷൻ ആയിരിക്കും, മോട്ടിവേഷൻ ആണ്. അതെനിക്കും സൂചിച്ചിട്ടാ. ഞാൻ എവിടെയോ അവിനാഷ് അല്ലേ? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? എന്റെ അമ്മേ, ഹലോ സാർ, എന്താ ഇവിടെ? അവിനാഷ് ഫ്രീ ആണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ ആക്ച്വലി ബിസി ആയിരിക്കാം, പക്ഷെ എനിക്കൊരു 10 മിനിറ്റ് വേണം. അങ്ങനെ ബിസി അല്ല, പറഞ്ഞോളൂ. ഫ്രീ ആണ്. നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ? കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായ, കാപ്പിയോ, അല്ലെ തണുത്ത എന്തെങ്കിലും? ചേച്ചി തണുത്ത എന്തെങ്കിലും? വേണ്ട, എനിക്ക് അവിനാഷിനോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണം. അവിനാഷും നീതുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ എനിക്കറിയാം. ഇറ്റ്സ് പാസ്റ്റ് ആൻഡ് ഇറ്റ് ബെറ്റർ റിമൈൻ വൺ. നീതു എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ആണുങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ പറ്റുമല്ലോ. ഞാനത്ര വിശാല മനസ്കരൊന്നുമല്ല അവിനാഷ്, പക്ഷേ നീതു എനിക്ക് ജീവനാണ്. നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോ വരാം. അവിനാഷ് ഇരിക്കും. അവിനാഷേ, എന്തോ മിസ്സിംഗ് ഉണ്ട്. ഞാനും നീതും തമ്മിൽ എനിക്കിത് മനസ്സിലാകുന്നില്ല. മേ ബി നിങ്ങളെക്കാൾ എനിക്ക് അല്പം പ്രായ കൂടുതലുണ്ടല്ലോ. തനിക്ക് അവളെ എന്നേക്കാൾ നന്നായി അറിയാലോ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവിനാഷ്. ലക്കി, ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പണിയൊന്നുമില്ല, അവിടെ ബോറടിയാണല്ലോ. വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? വീട്ടിലായിരുന്ന വല്ലായിരുന്നു വായിച്ചാൽ. അപ്പൊ അത് തന്നെ ചെയ്തോളൂ. പുസ്തകമാണ് ഒന്നും എടുക്കുകയും ചെയ്തില്ല. ഡോഡി ഏജി തന്നെ ഞങ്ങളുടെ MD വിളിക്കണ്. വേഗം ചെന്ന് കാണ്. എന്തേ ലക്കി, നീ കൂടെ വാ. അതെ, DAG വിളിച്ച DAG മാത്രം ചെന്നാൽ മതി. അല്ലാണ്ട് കണ്ട ആനയും അമ്പാനും കൂട്ടിക്കൊണ്ടില്ലെന്നൊന്നും ഞങ്ങളുടെ MDക്ക് ഇഷ്ടമല്ല. കൂട്ടുകാരെ ഒന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? ഫസ്റ്റ് ദിവസം തന്നെ പിരിച്ചുവിടാനായിരിക്കും. എൻ്റെ പൊന്നു ലക്ഷ്മി, MD എന്നോട് ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അത് ഒന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ലക്കി, എന്നാ പിന്നെ പോയിട്ട് വരാല്ലേ? ഞാൻ വന്ന ഉടനെ പോയി MDനെ കാണണമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ ക്യാൻറ്റീനിൽ പോയിട്ട് ജോസഫേട്ടനെ കൂടെ ചളി പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് പോടാ വേഗം ചെല്ല്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. DAG, നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ എഴുത്തൊക്കെ എന്തായി? ഷോർട്ട് ഫിലിം വല്ലാത്തൊരു സ്ഥലങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കെങ്ങനെയാണ് ഇങ്ങനെ ചിന്തകൾ വരുന്ന ആലോചിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഓക്കെ, ഗുഡ്. തൻ്റെ എഴുത്തൊക്കെ നടക്കട്ടെ. പക്ഷെ അതല്ല ഇവിടുത്തെ പണി. എന്താണ് സാർ? നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്, ബിൽഡറാണ്. അവരുടെ CEOക്ക് 7th ആനുവൽ ഡേക്ക് ഒരു സ്പീച്ച് സ്ക്രിപ്റ്റ് ചെയ്യണം. മലയാളത്തിൽ ആയിക്കോട്ടെ. ക്ലയൻറ്റ് ഇത്തിരി സെൻസിറ്റീവാണ്. ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കണം. ഓക്കെ, ഹ്യൂമർ ചേർത്തോളൂ. കാരണം ആൾക്കാർ ഓഡിയൻസിനെ പിടിക്കാൻ ഹ്യൂമർ മസ്റ്റാണ് ഇപ്പോൾ. അതിപ്പോൾ വന്നോന്നെല്ലാവരും സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരായിക്കൊണ്ടിരിക്കുകയാണല്ലോ. DAG, ക്ലയൻസിൻ്റെ പൈസ കൊണ്ടാണ് ഓഫീസ് നടക്കുന്നത്. അപ്പോൾ ഒരു ലിമിറ്റിനപ്പുറം പുച്ഛം വേണ്ട. പുച്ഛല്ല സാർ, അത് സർക്കാസം കുറച്ചിങ്ങനെ ബ്ലഡിലുള്ള കാരണം അതിങ്ങനെ പുറത്ത് വരുന്നത്. അല്ല, അതൊക്കെ ഇരുന്നോട്ടെ. അത്ര വലിയ സ്പീച്ചൊന്നും വേണ്ട. ഒരു 10 പേജിൻ്റെ മാക്സിമം. ആൾക്കാർ കേട്ട കയ്യടി നിർത്തരുത്. ഓക്കെ, ക്ലീഷി ആയിട്ടുള്ള ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. പുതുമ ഉണ്ടാവണം. യു ക്യാൻ റെഫർ ദ വെബ്സൈറ്റ്. 10 പേജിലുള്ള ഷോർട്ടായിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഓക്കെ, ഇവിടുത്തെ സ്പീച്ച് ചെയ്യാം സാർ. അവാർഡ് വിന്നിങ് സ്പീച്ച് തന്നെ ഞാൻ തരും. എനി ഡൗട്ട്സ്? നോ ഡൗട്ട്, ഫസ്റ്റ് ക്ലാസ്. എന്നാൽ 10 പേജ് ഷോർട്ടായിട്ട് എഴുതി.
പിന്നെ നീതുവിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ സാറിനെ പോലെ ഭയങ്കര മോഡേണും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. വീണ്ടും കലിപ്പാണല്ലോ. ബൈ ദ വേ ഐ എം ഗെറ്റിംഗ് മാരീഡ് സൂൺ. അതെ അതെ, എൻ്റെ ഫിയാൻസ മീനാക്ഷി ആക്ച്വലി ഇപ്പോൾ മുംബൈയിലാണ്. ഇവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ആഴ്ച വരും. ഞാനിപ്പോൾ നീതുവിനെയും സാറിനൊക്കെ എന്തായാലും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വരണം കേട്ടോ. താങ്ക്സ്. അല്ല, മോതിരം മോതിരം. ഞങ്ങൾ ഉറപ്പായിട്ട് വരും കല്യാണത്തിന്. യെസ്. ആക്ച്വലി ഞാൻ വന്നത് അവിനാഷ് ആ വേറൊരു കാര്യം ചോദിക്കാനാണ്. ആണോ? യെസ്, നീതുവിന് എന്നോട് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ചിലപ്പോൾ എന്നെ തോന്നൽ മാത്രമായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ തോട്ട് അവിനാഷ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവിനാഷ് നീതുവായിട്ട് നല്ല കമ്പനി ആയിരുന്നല്ലോ. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. ഓ, നീതു ആക്ച്വലി ഒരു പാവം പെണ്ണാണ്. ഷീസ് എ സ്വീറ്റ് ഗേൾ. പിന്നെ ഒന്നും വിചാരിക്കരുത്. സാറിന്റെ ഈ ഗൗരവമൊക്കെ കുറച്ച് കുറച്ചിട്ടെ ഒന്ന് ജോലി ആയിട്ടുണ്ടെങ്കിൽ അവളും പതിയെ മസിലെടുത്തൊക്കെ വിട്ടോളും. എക്സാക്ട്ലി. ആ മസിലെടുത്തു. ആ അതാണ് പ്രശ്നം. അതാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് തമാശ എൻജോയ് ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഞാനൊക്കെ എത്ര കോമഡി പറയാറുണ്ടെന്നറിയോ? അല്ല സാറേ, കുറച്ച് ചളിയൊക്കെ ഇട്ട് അവളുടെ കൂടെ ഒന്ന് കൂടിയാ മതി. ചളി? ആ, എന്ത് ചളി അറിയില്ല. ഇപ്പൊ ആലോചിച്ചപ്പോഴാണ് നീതുവിന് മുകേഷിന്റെ തമാശയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സാർ സിനിമയെ കാണാറുണ്ടല്ലോ അല്ലേ? സിനിമ കാണാറുണ്ട്. ആണോ? ബട്ട് മുകേഷ് മുകേഷ് പോയിന്റ്. മുകേഷ്. ഓ പിന്നെ ഐസ്ക്രീം. ഐസ്ക്രീം നീതുവിന് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. ഒന്നും നോക്കണ്ട, എഴുതിക്കോ. ഐസ്ക്രീം. പിന്നെ ഷോപ്പിംഗ്. നീതുവിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. ബ്ലൂ ആയിരുന്നു. ആ, ഇപ്പൊ മാറി കാണുമല്ലോ അല്ലേ? സാറിന് അറിയാൻ പറ്റുമല്ലോ. ഗ്രീൻ. ഗ്രീൻ ആണോ? ആ, ഗ്രീൻ. പിന്നെ അവളുടെ അല്ല, സാറിന്റെ വൈഫിന്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്സ്, സോങ്സ്, അതൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് മാറ്റർ. പിന്നെ അല്ലാതെ നീതുവിന് മാത്രമല്ല, എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ തന്നെ ഇമ്പോർട്ടന്റ്. അപ്പൊ എഴുത്. എന്തൊക്കെ എഴുതിപ്പോ? മുകേഷ്. ആ, ചളി. ആ, ഐസ്ക്രീം. ഐസ്ക്രീം. പച്ച ഷോപ്പിംഗ്. പച്ച അല്ല, ഗ്രീൻ. അയ്യോ സോറി, ഗ്രീൻ. മസിൽ പിടുത്ത ഷോപ്പിംഗ്.